5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു റഷ്യ അമേരിക്ക കൂടിക്കാഴ്ച. അതെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അലാസ്കയുടെ തണുപ്പിൽ മുഖാമുഖം. ലോകം ഉറ്റുനോക്കിയ ചർച്ചയായിരുന്നു അത്. എന്നാൽ ചർച്ചയിൽ ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. 4ാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഈ 3 മണിക്കൂറോളം നീണ്ട ഈ കൂടിക്കാഴ്ച നേരിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്കും നയിച്ചില്ല. എങ്കിലും ഏറെക്കാലമായി വഷളായി തുടരുന്ന അമേരിക്ക റഷ്യ ബന്ധത്തിൽ ചെറുതായെങ്കിലും മഞ്ഞുരുകുന്ന സൂചനകളാണ് തെളിഞ്ഞത്. മറ്റൊന്നുമല്ല, റഷ്യയിലേക്ക് ട്രംപിനെ ക്ഷണിച്ച പുടിൻ. ഇതായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിമിഷം. അടുത്ത തവണ റഷ്യയിൽ എന്ന പുടിന്റെ ക്ഷണം ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ കാര്യമായ താല്പര്യമാണ് പ്രകടമാക്കുന്നത്. ഇതിനോട് ട്രംപ് പ്രതികരിച്ചതും ഏറെ രസകരമായിട്ടാണ്. രസകരവും സാധ്യതാപൂർണവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടൊപ്പം ഇത് ചിലർക്കൽപ്പം ദേഷ്യം തോന്നാനിടയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശേഷം പുടിൻ ട്രംപിനോട് നന്ദിയും പറഞ്ഞു. എന്നിട്ട് ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഒരു പുതിയ അധ്യായം ആരംഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായ ധാരണയുള്ള നേതാവ് എന്നാണ് പുടിൻ ട്രംപിനെ പ്രശംസിച്ചത്. അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ച പരിഹാരത്തിനുള്ളൊരു ആരംഭ പോയിന്റാണെന്നും പുടിൻ വിശേഷിപ്പിച്ചു. കൂടാതെ ഉക്രൈനിലെ യുദ്ധത്തെ ഒരു ദുരന്തമെന്നും അദ്ദേഹം വിളിച്ചു. ഇത്തരത്തിൽ സമാധാനം പിന്തുടരൽ എന്ന ബാനറിന് കീഴിൽ നടന്ന ഈ ചർച്ച നയതന്ത്രപരമായ സംഭാഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനും ഒരവസരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ആങ്കറേജിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച 2018 ഹെൽസിങ്കിയിൽ നടന്ന വിവാദ ഉച്ചകോടിയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. അന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായി പുടിനെ പിന്തുണച്ചതിന് ട്രംപ് കടുത്ത വിമർശനമാണ് നേരിട്ടിരുന്നത്. എന്നാൽ അലാസ്കയിലെ ഈ കൂടിക്കാഴ്ച കൂടുതൽ ജാഗ്രതയോടെയും ഔദ്യോഗികമായിട്ടുമായിരുന്നു നടന്നത്. ചർച്ചകൾക്ക് മുൻപ് ഉക്രൈനിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ നേരിട്ട് കാണുമെന്നും പുടിൻ ട്രംപിന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയുടെ അവസാനം വലിയ കരാറുകളൊന്നും ഉണ്ടായില്ല. ഒരു കരാർ ഉണ്ടാകുന്നത് വരെ ഒരു കരാറുമില്ല എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമായിരുന്നു. എങ്കിലും പല കാര്യങ്ങളിലും ധാരണയിലെത്തി എന്നും ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവശേഷിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് പുടിനെ ഒരിക്കൽ പോലും വിമർശിക്കാൻ തയ്യാറായില്ല എന്നതും ഇരുവരുടെയും ബന്ധത്തിൽ മഞ്ഞുരുകുന്ന സൂചന തന്നെയാണ്. അതേസമയം ഉക്രൈൻ സഹോദര രാജ്യമാണെന്നും സാഹചര്യങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്നുമാണ് പുടിൻ പറഞ്ഞത്. അടുത്ത ചർച്ച ഉടൻ ഉണ്ടാകുമെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2ാം ഘട്ട ചർച്ചയിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ഈ നീക്കങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ അവസാനത്തിന്റെ സൂചനകൾ കൂടിയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ട്രംപ് ചർച്ചയ്ക്കെത്തിയത്. 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം തേടിയായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത്. നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുപക്ഷത്തെയും പ്രതിനിധി ചർച്ചയും സംയുക്ത മാധ്യമ സമ്മേളനവും നടന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ഉക്രൈനെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക ഇന്ത്യക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ച ഇന്ത്യക്കും നിർണായകമായിരുന്നു. തങ്ങളുടെ വ്യാപാര പങ്കാളികളെ ഉപദ്രവിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് റഷ്യ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ത്യയും ചർച്ചയെ നോക്കിക്കണ്ടത്. അലാസ്കയിലെ ആങ്കറേജിനടുത്തുള്ള ജെബിയാറിൽ വെച്ചാണ് ചർച്ച നടന്നത്. റഷ്യയിൽ നിന്നും 1867 US വാങ്ങിയ പ്രദേശമാണ് അലാസ്ക.